Namaskaram, welcome back to Mad United Football. So, Arsenal versus Manchester United, the big one. ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം അതാണ് നമ്മൾ നാളെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ കാണാൻ പോകുന്നത്. സോ ആർസണൽ വെസസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഐ റിക്വസ്റ്റ് ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്കും കൂടെ ഈ വീഡിയോയ്ക്ക് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ദിസ് വീഡിയോ ഗെറ്റ്സ് മാക്സിമം വിസിബിലിറ്റി, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടാനായിട്ട് ഇത് സഹായിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദി ഷോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർസണലുമായിട്ട് സെക്കൻഡ് ഗെയിം ഓഫ് ദി സീസൺ. ഏറ്റവും വലിയ പരീക്ഷണമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം നമുക്കറിയാം ആർസണൽ ടീമിൻ്റെ ശക്തി ലീഗ് ലീഡേഴ്സാണ്. പിന്നെ ഈ പ്രാവശ്യത്തെ എല്ലാ കോമ്പറ്റീഷൻസിലും ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ടീമാണ്. സോ പെപ്പ് കഴിഞ്ഞ എന്താ പറയുക പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതുപോലെ യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് ടീമുമായിട്ടാണ് നമ്മൾ നാളെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ കളിക്കാൻ പോകുന്നത്. സോ ഇറ്റ് വിൽ ബി ദ ബിഗ്ഗസ്റ്റ് പരീക്ഷണം, ഏറ്റവും വലിയ പരീക്ഷണം തന്നെയായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആർസണൽ. ഈ സീസണിലെ ആദ്യത്തെ ഗെയിമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറ്റ് ഓൾഡ് ട്രാഫോർഡ് ആർസണൽ നേരിട്ടു. അന്ന് നമ്മൾ 1-0 തോൽവിയാണ് അറിഞ്ഞത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ കളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ തന്ന ഒരു ഗെയിമായിരുന്നു. കാരണം ഈ സീസണിൻ്റെ സ്റ്റാർട്ടിങ് ഗെയിം, പിന്നെ നമ്മുടെ ഒരു കളി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അപ്പോൾ നമ്മൾ അത്രയും പെർഫോമൻസ് കണ്ട് നമ്മൾ കളി തോറ്റിട്ടും നമുക്ക് എന്താ പറയുക ഫാൻസിന് വളരെയധികം പ്രതീക്ഷ നൽകിയൊരു ഗെയിമായിരുന്നു. കാരണം നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ സീസൺ എങ്ങനെയായി എന്ന് നമുക്ക് അറിയാം. ബട്ട് ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഇൻ ടു ഓൾ ദാറ്റ്. പിന്നെ ആർസണലുമായിട്ടുള്ള സെക്കൻഡ് ഗെയിമിലേക്ക് നമ്മൾ എത്തിപ്പെടുവാണ്. സോ ഈ ഗെയിമിലുള്ള ചില മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർസണലിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റ് പീസ്, അല്ലെങ്കിൽ കോർണേഴ്സ്, ഫ്രീ കിക്സ്, ഇതൊക്കെയാണ് ആർസണലിനെ ഇപ്പോഴത്തെ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ള മെയിൻ ഘടകം തന്നെ. അപ്പോൾ ഈ ഗെയിമിൽ വളരെയധികം ക്രൂഷ്യലായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ സെറ്റ് പീസുകളായിരിക്കും, എസ്പെഷ്യലി കോർണേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെക്ലൻ റൈസിൻ്റെ കോർണർ കിക്സ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ആർസണലിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം ഒട്ടുമിക്ക ഗെയിംസിലും ആർസണൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ അസിസ്റ്റ് നൽകിയിട്ടുള്ളതാണ്. അതായത് ആർസണലിന് വേണ്ടിയിട്ട് റൈസ് നൽകിയിട്ടുള്ള പല കോർണർ കിക്സിൽ നിന്നും അവർ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി വെരി ലീത്തൽ അഗെയിൻസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ നമ്മൾ ഈ ഒരു ഗെയിമിൽ ടാക്ടിക്കലി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയക്കാനായിട്ട് നമുക്ക് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് പീസ് തന്നെയാണ്, പ്രത്യേകിച്ച് കോർണേഴ്സ്. അപ്പം എനിക്ക് ഉറപ്പാണ് മേ ബി കാരിക് അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ടാക്ടിക്സ് തന്നെ ആയിട്ടായിരിക്കും ഒരുക്കിയിട്ടുള്ളത്. മേ ബി ആ പൊസിഷനിങ്ങോ അല്ലെങ്കിൽ അത് ഡിഫെൻഡ് ചെയ്യുന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബിക്കോസ് നമുക്കറിയാം അവരുടെ ഏറ്റവും വലിയ വജ്രായുധം അതുതന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും സെറ്റ് പീസസ് വളരെയധികം നമ്മളെ ഈ ഒരു സീസണിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ദിസ് വുഡ് ബി എ ഗെയിം ഓഫ് സെറ്റ് പീസസ് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒത്തിരി സെറ്റ് പീസസ് ഗോളാക്കി, അവരും അതേ കണക്ക് തന്നെയാണ്. അപ്പം രണ്ട് ടോപ്പ് സെറ്റ് പീസ് ടീമുകൾ തമ്മിലുള്ളൊരു മത്സരമായിരിക്കും ആർസണലിൻ്റെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ഒരു ഗെയിമിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടാൻ പോകുന്ന താരം നമ്മുടെ ഗോൾ കീപ്പർ സെനി ലാമൻസ് തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം ഈ സെറ്റ് പീസസിലൂടെ എന്താ പറയുക ആ ഡിഫൻസിനെ ഭയങ്കരധികം കുഴപ്പിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പം ലാമൻസിൻ്റെ പെർഫോമൻസ് നമ്മളെ ഈ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഫാക്ടറായിരിക്കും. ലെമൻസിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ആയിരിക്കണം ഈ ഒരു ഗെയിമിലേക്ക് വരുന്നത്. സോ ദാറ്റ് വുഡ് റിയലി ഹെൽപ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഈ ഒരു ഗെയിമിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മാക്സിമം കോർണർ കിക്സ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. ഈ ഒരു ഗെയിമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വറി ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഗബ്രിയൽ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ സെറ്റ് പീസസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഗോൾ അവർക്ക് വേണ്ടിയിട്ട് സ്കോർ ചെയ്തിരിക്കുന്ന താരമാണ് ഗബ്രിയൽ. സോ നമ്മുടെ ഡിഫെൻസിവിൻ്റെ അകത്ത് മഗ്വയർ പിന്നെ കാസമീറോ, ഇവർ രണ്ടുപേർക്കും ഇന്നത്തെ ഈ ഗെയിമിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇവർ ഗബ്രിയലിൻ്റെ ഈ ഒരു ഹെഡർ കാര്യങ്ങളൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ഡെഫിനറ്റ്ലി ദിസ് വുഡ് ബി എ ബിഗ് ബാറ്റിൽ. പിന്നെ ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വുഡ് ബി എ ഗെയിം ഓഫ് ദ മിഡ്ഫീൽഡ്. എനിക്ക് തോന്നുന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം രണ്ട് മിഡ്ഫീൽഡും അത്യാവശ്യം പ്രോപ്പർ ഇതാണ്. അതായത് റൈസ്, സുബിമെൻഡി, പിന്നെ മാർട്ടിൻ ഓഡെഗാർഡ്, ഇവർ അടങ്ങുന്ന ആർസണൽ മിഡ്ഫീൽഡും പിന്നെ കാസമീറോ, കോബി മെയ്നു, ബ്രൂണോ ഫെർണാണ്ടസ് അടങ്ങുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡും. സോ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ്.
നമ്മുടെ ഒരു ഗെയിമിനകത്ത് പ്രത്യേകിച്ച് ഞാൻ നോക്കിക്കാണുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ മെയ്നു ലൈഫിലുള്ള തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചാൽ നമുക്ക് ഈ കളി മാറ്റിയെടുക്കാം. സോ മെയ്നുവിൽ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഇരിക്കുന്നത്. സോ ഐ തിങ്ക് മെയ്നു നീഡ്സ് ടു ഹാവ് മേ ബി ലൈക്ക് 9 out of 10 പെർഫോമൻസ്. അത് തന്നെയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് ആർസണലിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ഗെയിമിലും, അതായത് ലിവർപൂളായിട്ടുള്ള ഗെയിമും പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ടുള്ള ഗെയിമിൽ ഇവർ ഗോൾ അടിക്കാതെ സമനില ആയിട്ടുള്ളതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. സോ അവരുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേ വോണ്ട് ടു സ്കോർ ഗോൾസ്. 2 കളി ഡ്രോ പിടിച്ചതിൻ്റെ പുറത്ത് അവർക്ക് ജയിച്ചേ പറ്റൂ എന്നുള്ള ലെവലിലേക്ക് നിൽക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അതൊരു പ്രതീക്ഷയാണ്. കഴിഞ്ഞ 2 കളികളിലും അവർ ഗോൾ സ്കോർ ചെയ്തിട്ടില്ല എന്നുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ചെറിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. സോ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അവർ ഗോൾ അടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം. ഈ സീസണിൽ ആർസണൽ ഇതുവരെയ്ക്ക് 14 ഗോൾസ് മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫ്രണ്ട് 3 എന്തായാലും ഏറ്റവും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഗെയിമാണ്. സോ വി നീഡ് ടു സ്കോർ ഗോൾസ്. കഴിഞ്ഞ ഗെയിമിലൊക്കെ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം സിറ്റി ആയിട്ടുള്ളൊരു കളിയുടെ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ 4-5 ഗോള് അടിക്കേണ്ട ഒരു കളിയിൽ നിന്നാണ് 2 ഗോൾ മാത്രമായിട്ട് തിരിച്ചു വന്നത്. സോ വി ഹാവ് ഗോൾസ് ഇൻ അവർ ടീം. പ്ലെയേഴ്സ് ഗോൾ അടിക്കാനായിട്ടുള്ള എന്താ പറയുക പാകത്തിന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ വി നീഡ് ടു യൂട്ടിലൈസ് ദാറ്റ്. കഴിഞ്ഞ ഗെയിമിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ആ ഒരു മോട്ടിവേഷൻ ഈ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവന്ന് ആൻഡ് വി നീഡ് ടു സ്കോർ ഗോൾസ്. അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർ ടോപ്പ് 3 സ്കോറിംഗ് ഗോൾസ്. ആർസണൽ ടീം എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ സെറ്റ് ടീമാണ്. കഴിഞ്ഞ ഒരു 2-3 സീസൺസ് ആയിട്ടാണ് അവർ മെയിൻ ഈ ഒരു പ്രോപ്പർ സെറ്റിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് ആണെങ്കിലും ഈക്വലി സ്ട്രോങ് ആണ്. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ബെഞ്ച് സ്ട്രെങ്ത് ആണ് അവർക്കുള്ളത്. സോ പ്രോപ്പർ സെറ്റ് ടീം നമ്മൾ കളിക്കുന്നതിൽ വെച്ചിട്ട് ഇനിയിപ്പം സിറ്റി ആണെങ്കിൽ പോലും ഈ ഒരു ടീമിൻ്റെ അത്രയും നമുക്ക് പ്രഷർ തരുന്നില്ല. ബട്ട് ആർസണലിൻ്റെ ടീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർ സെറ്റ് ടീം. അപ്പം അവരുമായിട്ടുള്ള കളി എന്ന് പറഞ്ഞാൽ തോൽക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മൈക്കൽ കാരിക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇൻറ്ററിം കോച്ച് ആയതിനു ശേഷം ഇതുവരെയ്ക്കും ഒരു തോൽവി അറിഞ്ഞിട്ടില്ലാത്തൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് ആർട്ടറ്റയായിട്ട് കളിച്ച സമയത്ത് ആർസണലിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ദിസ് വുഡ് ബി എന്താ പറയുക ഒരു പരീക്ഷണം പോലെ തന്നെയായിരിക്കും മൈക്കൽ കാരിക്കിന്. കാരണം ഇതുവരെയ്ക്കും ഒരു തോൽവി അറിഞ്ഞിട്ടില്ല ആൻഡ് ഹി വാണ്ട്സ് ടു കണ്ടിന്യൂ ദറ്റ് സ്ട്രീക്ക്. തോൽവി അറിയാത്ത ഒരു സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളത് തന്നെയാണ് മൈക്കൽ കാരിക്കിൻ്റെ മൈൻഡിലുണ്ടാകുന്ന കാര്യം. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു ഗെയിം വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് വി നീഡ് ദ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ടീമിലേക്ക് ഒത്തിരി ചേഞ്ചസ് അടുത്ത സീസണിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. സോ വി നീഡ് ദിസ് ഗെയിം ആൻഡ് തോൽവി അറിയാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. വി നീഡ് ദ വിൻ, ബട്ട് ഇഫ് നോട്ട് അറ്റ്ലീസ്റ്റ് വി നീഡ് ടു ഗെറ്റ് ദ ഡ്രോ. ഈ ഗെയിമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രെഡിക്റ്റഡ് സ്റ്റാർട്ടിംഗ് 11 പോവാം. സോ ഇതാണ് എൻ്റെ പ്രെഡിക്റ്റഡ് സ്റ്റാർട്ടിംഗ് ലൈനപ്പ്. സോ ഞാൻ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ ഗെയിമിൽ നിന്നും ഒത്തിരി ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ആകെ ഒരു ചേഞ്ച് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. മസ്റാവി തിരിച്ചെത്തുന്നു ടീമിലേക്ക്. അതായത് അഫ്കോൺ കഴിഞ്ഞിട്ട് മസ്റാവി തിരിച്ചു വരികയാണ്. അപ്പം ഡാലോട്ടിന് പകരം മസ്റാവിനെയാണ് ഞാൻ ആ പൊസിഷനിലേക്ക് ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം മസ്റാവിയുടെ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ ഇതാണ്. ആൻഡ് കഴിഞ്ഞ ടെൻ ഹാഗിൻ്റെ കൺട്രിൽ നമ്മൾ കളിക്കുന്ന സമയത്ത് മസ്റാവിന് ഏറ്റവും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സെയിം പൊസിഷനിൽ തന്നെ ആയിരിക്കും. സോ ഐ തിങ്ക് മസ്റാവി വുഡ് ഡെഫിനറ്റ്ലി ബി എ ഗെയിം ചേഞ്ചർ. ഇത്രയും കഴിഞ്ഞ കളിയിൽ നിന്നും ഒരു ഡിഫറൻസ് ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നത് മസ്റാവിനെയാണ്. സോ ഐ തിങ്ക് ദിസ് വുഡ് ബി റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ടീം. പിന്നെ ബാക്കിൽ ലെമൻസ്, പിന്നെ ആസ് ഗോൾ കീപ്പർ ഷോ, മാർട്ടിനസ്, മെഗ്വയർ, മസ്റാവി, പിന്നെ മെയ്നു, കസമീറോ ഇൻ മിഡ്ഫീൽഡ്, പിന്നെ വിത്ത് ബ്രൂണോ ആൻഡ് ഡോർഗു, അമാദ് ആൻഡ് എംബൂമോ അപ്പ് ഫ്രണ്ട്. എംബൂമോ തന്നെയായിരിക്കും എനിക്കൊന്ന് സ്ട്രൈക്കറായിട്ടുള്ള ലെവലിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ബിക്കോസ് കഴിഞ്ഞ ഗെയിമിൽ നമ്മൾ കണ്ടു ആ ഒരു ഗെയിമിൻ്റെ എന്താ പറയുക ആ ഒരു പെർഫോമൻസിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള ലെവലിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു ഗെയിമിലും കാണണം എന്നുള്ളതാണ്. സോ മത്യാസ് കുന്യ ഡെഫിനറ്റ്ലി സെക്കൻഡ് ഹാഫിൽ വരാനായിട്ട് പറ്റും ആൻഡ് ഹി ക്യാൻ ബൂസ്റ്റ് നമ്മുടെ ടീമിൻ്റെ എന്താ പറയുക ആ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മൗണ്ട് വരാനായിട്ടുള്ളതുണ്ട്. സെസ്കോ സെക്കൻഡ് ഹാഫിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു ലാസ്റ്റിലൊക്കെ കോർണേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് പീസിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഹെഡർ ഗോൾസ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ലൈക്ക് സെസ്കോ ക്യാൻ ഹെൽപ്പ് ഇൻ ദ സെക്കൻഡ് ഹാഫ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടീമിനെ ഒരു പ്രഡിക്റ്റഡ് ലൈനപ്പ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഒരു ഇതിൽ. സോ വാട്ട്
യോർ പ്രഡിക്ഷൻസ്. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ്? ഈ ലൈനപ്പ് തന്നെ ആയിരിക്കുമോ, അതോ ഇതിലും മികച്ചതോ അല്ലെങ്കിൽ ഇതിലും വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ലൈനപ്പ്, ഏതെങ്കിലും പ്ലെയേഴ്സ് സെപ്പറേറ്റ് വരുമോ എന്നുള്ളത് കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് നമ്മുടെ സ്കോർ ലൈൻ പ്രഡിക്ഷൻസ് പറയാം. ഓക്കെ, എൻ്റെ ഒരു പ്രഡിക്ഷൻ, ഞാൻ വളരെ പ്രതീക്ഷയോട് കാണുന്നൊരു ഗെയിമാണ്. ആൻഡ് ഐ ആം ഗോയിങ് ഫോർ എ 1-1 ഡ്രോ. കാരണം ആർസനലിൻ്റെ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട്, സിറ്റി ആയിട്ടുള്ള ഗെയിമിൽ അങ്ങനെ ആയിരുന്നു, പക്ഷേ എന്നിരുന്നാൽ പോലും ആർസനലിൽ ഒരു ലെവൽ അപ്പാണ് സിറ്റീനെ കാട്ടി. വി ഷുഡ് അറ്റ്ലീസ്റ്റ് ഗെറ്റ് എ ഡ്രോ. അപ്പം ആ ഏറ്റവും ലീസ്റ്റ് എക്സ്പെക്ടേഷൻ തന്നെയാണ് ഞാനും ഇവിടെ വെക്കുന്നത്. 1-1 ഡ്രോ എന്നുള്ളതാണ് എൻ്റെ മൈൻഡിലുള്ളത്. സോ വാട്ട് ആർ യുവർ പ്രഡിക്ഷൻസ്? നിങ്ങളെന്താ വിചാരിക്കുന്നത്? നമ്മൾ ഈ കളി ജയിക്കുമോ, നമ്മൾ സമനില പിടിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ഈ കളിയിൽ തോൽവി അറിയുമോ എന്നുള്ളത് കൈൻഡ്ലി പുട്ട് ഇൻ ദ കമൻറ്റ്സ് ആൻഡ് ഓൾസോ ഗിവ് യുവർ സ്കോർ ലൈൻ. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന സ്കോർ ലൈൻ എന്നുള്ളത് കൈൻഡ്ലി പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.